നമസ്കാരം. ആന്റിക്വ എത്ത് നോവ, ഓൾഡ് ആൻഡ് ന്യൂ, പഴയതും പുതിയതും. 2025 ജനുവരി മാസം 28 വത്തിക്കാനിലെ വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യാലയവും സാംസ്കാരിക വിദ്യാഭ്യാസ കാര്യാലയവും സംയുക്തമായി എഴുതിയ ഒരു രേഖയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അംഗീകാരത്തോടുകൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ആന്റിക്വ എത്ത് നോവ, അല്ലെങ്കിൽ പഴയതും പുതിയതും. ഏതാണ്ട് 117 പാരഗ്രാഫുകളാണ്, ഖണ്ഡികകളാണ് ഈ പ്രബോധനത്തിനുള്ളത്. അതിൽ പ്രധാനമായും 4 ഭാഗങ്ങളാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. 2ാം ഭാഗത്ത് ബുദ്ധിയുടെ ദാർശനികവും ദൈവശാസ്ത്രപരവുമായ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നു. 3ാം ഭാഗത്ത് നിർമ്മിത ബുദ്ധി എങ്ങനെ ധാർമ്മികതയോട് ചേർന്ന് നിൽക്കണം, ധാർമ്മിക മാനദണ്ഡങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അവസാനം ചില നിർണായക ചോദ്യങ്ങൾ മനുഷ്യജീവിതത്തോട് ബന്ധപ്പെടുത്തി കൃത്രിമ ബുദ്ധിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ചും അത് നൽകുന്ന ചില അപകടങ്ങളെക്കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിർമ്മിത ബുദ്ധിയും മനുഷ്യബുദ്ധിയും രണ്ടാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് നൽകപ്പെട്ട ദൈവിക ദാനമാണ് ബുദ്ധി. അവിടെ പുതിയതും പഴയതും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ രേഖ നമുക്ക് നൽകുന്നത്. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ദൈവിക സൃഷ്ടി, ദൈവദാനം, അവനിൽ നൽകപ്പെട്ടിരിക്കുന്ന വിശേഷദാനമായ ബുദ്ധി, അതിന് പകരം വയ്ക്കാവുന്ന ഒന്നല്ല നിർമ്മിത ബുദ്ധി എന്ന് കൃത്യമായും വ്യക്തമായും ഈ രേഖ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധി മനുഷ്യന് അവന്റെ വികാസത്തിനും പരിണാമത്തിനും സകല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. കാരണം അത് ദൈവികമായ ഒന്നാണ്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും അവന്റെ പുരോഗതിയും. ഇവിടെയാണ് സഭ ഒരിക്കലും ശാസ്ത്രത്തിനോ കണ്ടുപിടുത്തങ്ങൾക്കോ കലയ്ക്കോ ഇതിനൊന്നും അല്ലെങ്കിൽ സാങ്കേതിക വികാസങ്ങൾക്കോ എതിരല്ല. പക്ഷേ എത്രമാത്രം അത് മനുഷ്യ മഹത്വത്തിനും മനുഷ്യനെ ആദരിക്കുന്നതിനും സമൂഹത്തിന്റെ പൊതു നന്മയ്ക്കും ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് സഭയുടെ ആശങ്കയും ഉത്കണ്ഠയും. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു ഇപ്പോക്കൽ ചേഞ്ചിന്റെ കാലം, അതായത് യുഗ പരിണാമത്തിന്റെ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടൂൾ, ഒരു ഉപകരണം കടന്നു വന്നതോടുകൂടെ നമുക്കുണ്ടായിരിക്കുന്ന ഈ സമൂഹത്തിന്റെ വ്യതിയാനങ്ങളിൽ എത്രമാത്രം ദ വിസ്ഡം ഓഫ് ഹാർട്ട്, ഹൃദയജ്ഞാനം ഉപയോഗിക്കണം എന്നതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെയാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വേറിട്ട് നിൽക്കേണ്ട ഒരു തലം. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും അതുകൊണ്ട് അവന്റെ കഴിവുകളും അവന്റെ വികാസ പരിണാമങ്ങളും മാനവ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ഉള്ളതും നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ദൃശ്യപ്രപഞ്ചത്തിന്റെ പരിപൂർണതയിലേക്കുള്ള പ്രയാണത്തിൽ മനുഷ്യനോട് സഹകരിച്ച് നിൽക്കാൻ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുക. പക്ഷേ ഒരപകടം പതിയിരിക്കുന്നത് യന്ത്രങ്ങൾക്ക് അടിമയാകുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ്. എത്രമാത്രം മനുഷ്യൻ അവൻ കണ്ടുപിടിച്ച യന്ത്രങ്ങൾക്കോ AI പോലെയുള്ള ടൂളുകൾക്കോ അടിമയായിട്ട് മാറുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോ മനുഷ്യ ബുദ്ധിയുടെ വൈഭവത്തിന്റെ മറ്റേതൊരു ഉൽപ്പന്നത്തെയും പോലെ തന്നെ നിർമ്മിത ബുദ്ധിയും ഒരു ഉപകരണം മാത്രമാണ്.
അത് യുദ്ധവും മനുഷ്യനെ ഇല്ലാതാക്കുന്നതുമായ നിഷേധാത്മകമായ കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താതിരിക്കാനും, എന്നാൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സയിലും ദാരിദ്ര്യം അകറ്റുന്നതിലും മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതിനും സ്നേഹബന്ധത്തിലാക്കുന്നതിനുമൊക്കെയുള്ള അതിൻ്റെ സാധ്യതകളെ കൂടുതൽ കൂടുതൽ കണ്ടുപിടിക്കാനും ഉപയോഗപ്പെടുത്താനും സഭ പ്രോത്സാഹനം നൽകുകയാണ്. ഇപ്പൊ യുദ്ധം പോലെയുള്ള പ്രത്യേകതകൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ ഉന്മൂലനം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും ദൗർബല്യമുള്ളവരെയും ഇല്ലാതാക്കുന്ന പ്രവണതയൊക്കെ സഭ വലിയ ഉത്കണ്ഠയോടുകൂടെ തന്നെയാണ് ഇതിൽ നോക്കിക്കാണുന്നത് എന്ന് ഓർമ്മിക്കുക. അപ്പൊ മനുഷ്യൻ അവന്റെ തന്നെ സൃഷ്ടിയുടെ അടിമയായി മാറുന്ന അപകടം ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ദിശാബോധമാണ് ഈ രേഖയിലൂടെ നൽകുന്നത്. പ്രകൃതി സംരക്ഷണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക തൊഴിൽ മേഖലകളിലുമെല്ലാം ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ട്, AI പോലെയുള്ള ടൂളുകൾ കൊണ്ട് ഒരുപാട് വികാസവും ഒരുപാട് പുരോഗതിയും കൈവരിക്കാം എന്നത് തന്നെയാണ് സഭയുടെ കാഴ്ചപ്പാട്. പക്ഷേ അത് ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് പകരം നിൽക്കുന്നതാവരുത്. ഇപ്പൊ നിർമ്മിത ബുദ്ധി മനുഷ്യബുദ്ധിക്ക് സഹായകമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അല്ലാതെ അത് മനുഷ്യബുദ്ധിക്ക് പകരം വെക്കുന്ന ഒന്നായിട്ട് മാറുമ്പോൾ അവിടെ ധാരാളം അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സഭ നമുക്ക് നൽകുന്നുണ്ട്. പഴയതും പുതിയതും നമുക്ക് ആവശ്യമാണ്. അത് രണ്ടും ഒരുപോലെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വ്യക്തികളുടെ വളർച്ചയ്ക്കും ഉപയുക്തമാക്കാവുന്നതുമാണ്. പക്ഷേ AI പോലെയുള്ള കാലഘട്ടത്തെ അതിശയിപ്പിക്കുന്ന വികാസ പരിണാമങ്ങൾ, പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിലെ വികാസങ്ങൾ എത്രമാത്രം ജാഗ്രതയോടും എത്രമാത്രം വിശ്വാസത്തോടും എത്രമാത്രം സൂക്ഷ്മതയോടും കൂടെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഈ രേഖ നിർദ്ദേശം നൽകുന്നത്. വേണ്ടത്ര അറിവോ തിരിച്ചറിവോ വിവേകമോ ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളും അത് വരുത്തിവെക്കാകുന്ന മഹാവിപത്തുകളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി നമുക്ക് വഴികാട്ടി തരികയാണ് സഭ. അങ്ങനെ മനുഷ്യനെ വെറും ഡാറ്റകളായി, വെറും കണക്കിന്റെ സംഹിതയായിട്ട് മാറ്റി നിർത്തുന്ന പ്രവണത മാറ്റിയിട്ട് മനുഷ്യനെ, മനുഷ്യജീവനെ, മനുഷ്യ സമൂഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് സാങ്കേതികമായ പുരോഗതികൾ, AI പോലെയുള്ള പ്രത്യേകമായ കാലഘട്ടത്തിന്റെ അതിവൈദഗ്ധ്യം നിറഞ്ഞ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യ നന്മയ്ക്കും മനുഷ്യ മഹത്വത്തിനും പൊതുനന്മയ്ക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യബുദ്ധിയുടെ താഴെ അതിനെ നിർത്താൻ പകരം വെക്കുന്ന ഒന്നായിട്ട് കാണാതെ മനുഷ്യ ബുദ്ധിക്ക് സഹായകമായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ദിശാബോധവും വേണ്ടത്ര ക്രിയാത്മകതയും കാത്തുസൂക്ഷിക്കണമെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി.